السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. വേദിയിലെ പ്രമുഖരായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃനിരയിലുള്ള സഹോദരന്മാരെ, സദസ്സിൽ ഉള്ള സഹോദരി സഹോദരന്മാരെ, തസ്ഫിയ ആദർശ സമ്മേളനം കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രതിധ്വനികൾ സൃഷ്ടിച്ചുകൊണ്ട് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാമിക സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും കാലത്തിൻ്റെ ഗതിയിൽ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള തെറ്റായ ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും നടപടിക്രമങ്ങളെയും സ്നേഹബുദ്ധ്യാ ഉപദേശിച്ചുകൊണ്ട് തിരുത്തിക്കുക, പകരം പ്രമാണബദ്ധമായ പ്രവാചകചര്യക്കനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രബോധകന്മാരായ ആളുകൾ ആദ്യം അത് അവരുടെ ജീവിതത്തിലും പിന്നീട് അവരുടെ കുടുംബത്തിലും പിന്നീട് അവർ ബന്ധപ്പെടുന്ന മേഖലകളിലുമൊക്കെ അത് മാതൃകയായി കാണിച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്ക് മറ്റ് മാലോകരായ ആളുകളെ ക്ഷണിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്വീകരിച്ച ദഅവാക്രമം. അതിലേറ്റവും പ്രധാനമായി അതിൻ്റെ പ്രവർത്തകന്മാരായ ആളുകൾ ദീന് അവരെ പഠിപ്പിക്കുകയും ആ പഠിച്ച ദീൻ അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് അവർ ഓരോരുത്തരും ഉറപ്പുവരുത്തുകയും അതിലുള്ള പോരായ്മകൾ വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയും ദൈനംദിന ഇബാദത്തുകളിൽ ശ്രദ്ധിക്കുകയും ഖുർആനുമായി അഗാധ ബന്ധം സ്ഥാപിക്കുകയും സുന്നത്തിനെ കുറിച്ച് മനസ്സിലാക്കി അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണല്ലോ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ തസ്ഫിയ ആദർശ സമ്മേളനം കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ലക്ഷ്യം വെക്കുന്നത്. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കടലുണ്ടി എന്ന നാട്ടിലാണ്. ഈ നാടിൻ്റെ പരിസര നാടാണ് ചാലിയം. ഈ ചാലിയത്തും കടലുണ്ടിയിലുമൊക്കെ ഞാൻ പുളിക്കൽ പ്രദേശക്കാരനാണ്. എൻ്റെ ഉപ്പാപ്പ പി ഉണ്ണിമൊയ്തീൻകുട്ടി മൗലവി ദീർഘകാലം ദർസ് നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെക്ക് ദീനി വിജ്ഞാനം പകർന്നു കൊടുത്തിട്ടുള്ള ഒരു നാടാണിത്. ആ നിലയ്ക്ക് എനിക്ക് ധാർമ്മികമായി ഈ നാടിനോടൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ പരിചയമുള്ള ഒരുപാട് പ്രമുഖന്മാരായ ആളുകൾ നിവസിക്കുന്ന നാടാണിത്. പല സന്ദർഭങ്ങളിലായി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന പല ആളുകളും ഈ നാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാടിൽ വന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു കടപ്പാട് എനിക്കുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ഒരു പുത്തൻ പ്രസ്ഥാനമല്ല, എല്ലാവർക്കും അറിയാം. ഏകദേശം 19-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ മലയാള മണ്ണിൽ വേരൂന്നിയിട്ടുണ്ട്. തുടർന്നങ്ങോട്ട് 20-ാം നൂറ്റാണ്ടിൽ അത് ശക്തി പ്രാപിച്ച്
21-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ കുതിപ്പ് തുടരുകയാണ്. ഈ 100-150 കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്നും ഒരു പുതിയ പ്രമാണം കണ്ടെത്തേണ്ടി വന്നിട്ടില്ല, ഒരു പുതിയ ആശയം കെട്ടിച്ചമക്കേണ്ടി വന്നിട്ടില്ല, ഒരു പുതിയ ചിന്താധാരയ്ക്ക് തുടക്കം കുറിക്കേണ്ടി വന്നിട്ടില്ല. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണ് തിരുസുന്നത്ത് പറയുന്നത്? ആ ഖുർആനും സുന്നത്തും അതാദ്യമായി അഭിസംബോധിതരായിരുന്ന സഹാബത്ത് പ്രവാചകന്റെ മുഖത്ത് നിന്ന് നേർക്ക് നേരെ അത് കേട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ജീവിതത്തിൽ പകർത്തി അവരത് സ്വയം തന്നെ ഉൾക്കൊള്ളുകയും കഴിവിൻ്റെ പരമാവധി അവർ യാത്ര ചെയ്ത നാടുകളിലൊക്കെ അത് പ്രചരിപ്പിക്കുകയും ചിലതെല്ലാം അവർ എഴുതി സൂക്ഷിച്ചു, ചിലതെല്ലാം അവർ മനഃപ്പാടമാക്കി. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രവാചകന്റെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടിയ മതം, ആ ദീന്, ആ ആദർശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ എത്തിച്ചു. ലക്ഷക്കണക്കിന് സഹാബകൾ ഹജ്ജത്തുൽ വിദായിൽ നബിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ ചരിത്രം പറയുന്നത് 100,000-ലധികം സഹാബികൾ ആ ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ആ സഹാബികളിൽ എത്ര പേരുടെ ഖബറ് മക്കത്തും മദീനത്തുമുണ്ട്? ഇല്ല. വളരെ കുറഞ്ഞ ആളുകളുടെ ഖബറുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ അവിടുന്ന് യാത്ര ചെയ്തു. ചില ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു, ചില ആളുകൾ സിന്ധിലേക്ക്, പാകിസ്ഥാനിലേക്ക് പോയി, ചില ആളുകൾ പേർഷ്യൻ നാടുകളിലേക്ക് പോയി, ചില ആളുകൾ യൂറോപ്യൻ നാടുകളിലേക്ക് പോയി. അങ്ങനെ പല നാടുകളിലും അവർ ചെന്ന് അവിടങ്ങളിലൊക്കെ മനുഷ്യന്മാരെ അവർ സംഘടിപ്പിച്ച് അവർക്കൊക്കെ ദീനി പഠിപ്പിച്ചു കൊടുത്ത് മഹത്തായ ഇസ്ലാമിക പ്രബോധന ദൗത്യം അവർ നിർവഹിച്ചതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളെല്ലാം എന്ന് മനസ്സിലാക്കണം. സഹോദരന്മാരെ, പ്രമുഖരായ ഇസ്ലാമിക മഹാപണ്ഡിതന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പലരും ജന്മനാൽ അറബി ഭാഷ പോലും അറിയുന്നവരായിരുന്നില്ല. നേരെ മറിച്ച് അവരവരുടെ നാടുകളിൽ അവരുടെ ഉമ്മയിൽ നിന്ന് അവർ കേട്ടുപിടിച്ച മാതൃഭാഷ അത് മറ്റു പല ഭാഷകളുമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബുദ്ധി കൊടുത്തു, അറിവ് നേടുവാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അങ്ങനെ അവർ പഠിച്ച് ആ അറബി ഭാഷയിൽ ഉന്നതന്മാരായ പണ്ഡിതന്മാരായിട്ട് മാറി. അതിൻ്റെ എല്ലാ നിയമങ്ങളും അവർ പഠിച്ചു. ആ അറബി ഭാഷയിലൂടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അവർ വായിച്ചു. അതിൻ്റെ സവിദിതമായ പ്രമാണത്തിൽ ഊന്നി നിന്നുള്ള വ്യാഖ്യാനങ്ങൾ അവർ എഴുതി. അതിനെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതന്മാരിൽ പലരും അടിസ്ഥാനപരമായി ഉമ്മയിൽ നിന്ന് അറബി ഭാഷ കേട്ട് പഠിച്ചവരല്ല. അറബി ഭാഷ എന്ന് പറയുന്നത് ഖുർആന്റെ ഭാഷയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിന്റെ ഭാഷയാണ്. ഫീ ഖുർആൻ ഫീ ലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ നിന്ന് അവർ പഠിച്ച് മനസ്സിലാക്കി, അവർ കേട്ടും അറിഞ്ഞും കിട്ടിയ അറിവുകൾ അവർ രേഖപ്പെടുത്തി. ആ അറിവുകളാണ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നും ഇത് പുതിയതല്ല, ഒരു കാര്യങ്ങളും ഇത് പുതിയതല്ല. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പോലും, വളരെ നിസ്സാരമായ ഒരു കാര്യം പോലും ഇത് ഇവർ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ്. ഇതുവരെ എവിടെയും കേൾക്കാത്തതാണ്. പ്രമാണപരമായി ജനങ്ങൾ അവലംബിക്കുന്ന ലോകത്തെ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരായ ആളുകൾ എഴുതുകയും ക്ലാസ് എടുക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത വിഷയത്തിൽ നിന്ന് തെന്നിമാറി വ്യതിചലിച്ച് ഏതെങ്കിലും ഒരാശയം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോ അതിൻ്റെ പ്രവർത്തകന്മാരോ വിശ്വസിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇതിനെല്ലാം പ്രമാണത്തിൻ്റെ പിൻബലമുണ്ട്, ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്, പ്രബോധന പാരമ്പര്യത്തിൻ്റെ പിന്തുണയുണ്ട്. അതല്ലാത്ത ഒരു പുത്തൻ വാദവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രസ്ഥാനം, ഈ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെടുത്താൽ ആ പാരമ്പര്യം നിലനിർത്തിയ മഹാപണ്ഡിതന്മാർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണിത്. മഹാന്മാരായ കെ പി മുഹമ്മദ് മൗലവി, സെയ്ദ് മൗലവി,
ഉണ്ണീൻ മൗലവി, അതുപോലെ തന്നെ KC അലവി മൗലവി, KC അബൂബക്കർ മൗലവി തുടങ്ങിയ പഴയകാലത്തെ ഈ ഇസ്ലാമിക മുജാഹിദ് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരൊക്കെ എടുത്താൽ അവരൊക്കെ കാലത്ത് എന്താണോ നിലനിന്നിരുന്നത് അത് തന്നെയാണ് ഇന്നും പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല. സഹോദരന്മാരെ, ഇത് പരിശോധിക്കാൻ ആളുകൾ തയ്യാറായാൽ വളരെ പെട്ടെന്ന് ഈ തർക്കങ്ങളും കുതൂഹലങ്ങളും വിവാദങ്ങളും അഭിപ്രായ ഭിന്നതകളും പര്യവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പഴയകാല ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. തവളയുടെ ഇറച്ചി തിന്നാൻ പറ്റുമോ? ഇല്ലേ? അതൊരു വലിയ വിഷയമായിരുന്നു. തവള കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതൊരു ചർച്ചയായി വന്നു. അതേ പ്രകാരം തന്നെ വേറെ പല മസാലകളിലും ചർച്ചകൾ വന്നു. പണ്ഡിത സഭകളിൽ പണ്ഡിതന്മാരിൽ ചർച്ച ചെയ്തു. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ, പുറത്തുള്ള ആൾക്കാരല്ല, നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അതിൽ പ്രമാണങ്ങളുടെ വിഷയത്തിൽ അവർ അന്യോന്യം ചർച്ച നടത്തി, അവർ അന്യോന്യം സംസാരിച്ചു. എന്നിട്ട് അതിൽ പ്രമാണങ്ങളോട് യോജിക്കുന്നത് കണ്ടെത്തി. ഭിന്ന അഭിപ്രായമുള്ള ആളുകൾ ദീനിൽ നിന്ന് പുറത്തുപോയി കാഫിറായി എന്നാരും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപാട് മസാലകൾ, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് മസാലകൾ നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ട് അതിൽ ദീനിനോടും ഖുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഭിപ്രായവും നിലപാടുകളും എന്താണ് എന്ന് പരിശോധിച്ച് ജനങ്ങൾ അത് സ്വീകരിക്കുകയായിരുന്നു. അല്ലറ ചില്ലറ ആ കാര്യം മനസ്സിലാകാൻ പ്രയാസമുള്ള ആളുകൾ വിപ്ലവമുണ്ടാക്കി ആകെക്കൂടി പൊട്ടിത്തെറിച്ച് അവസാനം ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച ആളുകൾക്കെതിരെ ഭീഷണി മുഴക്കുകയും അവർക്കെതിരെ കുഫ്രിയത്തിൻ്റെ ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നൊരു രീതി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല വളരെ കാലം. അതാണ് നമ്മുടെ ചരിത്രം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ബഹുമാന്യനായ ദീർഘകാലം കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹവുമായി ഞങ്ങളുടെ നാടിന് നല്ല ബന്ധമുണ്ട്. എനിക്ക് വ്യക്തിപരമായി കുടുംബ ബന്ധമുണ്ട്. എൻ്റെ മൂത്താപ്പൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ. ആ നിലയ്ക്ക് കുടുംബ ബന്ധവുമുണ്ട്. വളരെ അടുത്ത് പെരുമാറിയിരുന്ന ആളാണ്. ആ ഉസ്മാൻ ഡോക്ടർ നമുക്ക് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. ഒരുപാട് കാലം ദീനിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹം. വളരെ വികൃതമായ വാദങ്ങൾ നടത്തി നിരീശ്വരവാദത്തിലും നിർമ്മതവാദത്തിലും യുക്തിവാദത്തിലുമൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന ഉസ്മാൻ സാഹിബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തു. പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹിദായത്തിൻ്റെ ഒരു പ്രധാന നിമിത്തക്കാരൻ KC അബൂബക്കർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആനിലെ അഗാധമായ പ്രഭാഷണങ്ങൾ കേട്ടാണ് ആ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അത്ഭുതങ്ങളും ഖുർആനിലുള്ള ശാസ്ത്രീയ പരാമർശങ്ങളും വളരെ വ്യക്തമായി, സരളമായി, സരസമായി സമൂഹത്തോട് പ്രസംഗിക്കുന്ന KC അബൂബക്കർ മൗലവിയുടെ പ്രസംഗം ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ മാറ്റത്തിന് വലിയ സ്വാധീനമുണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായി മാറി. പക്ഷേ പ്രസംഗത്തെക്കാൾ കൂടുതൽ മൂർച്ചയുള്ള ലേഖനങ്ങൾ എഴുതാൻ അദ്ദേഹം സമർത്ഥനായിരുന്നു. സെൽസബീലിൻ്റെ താളുകളിൽ, അൽമാറാറിൻ്റെ താളുകളിൽ അദ്ദേഹം ഇസ്ലാമിക ലേഖനങ്ങൾ എഴുതി. അതിൽ ജനങ്ങൾ പഠിക്കേണ്ട, സാധാരണ നിലയ്ക്ക് ആളുകൾക്കിടയിൽ ചർച്ചയാവാത്ത, എന്നാൽ ജനങ്ങൾ പഠിക്കേണ്ട അവരുടെ വിശ്വാസവും ആദർശവും അഖീദയും ഒക്കെയായി ബന്ധമുള്ള വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. അതിൽപ്പെട്ടതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ പിശാചുക്കൾ, ശൈത്താൻ, ജിന്നുകൾ, ഇവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം. അത് തുടർ ലേഖനങ്ങളായി സെൽസബീലിൽ വന്നു. പിന്നീട് അതൊരു മുഖ്യ ശത്രു എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗൈബ്, ആ ഗൈബ് എന്നത് നീണ്ട ഒരുപാട് കാലം അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ്. സ്വദേശത്തും വിദേശത്തും നിരന്തരമായി ആ കോപ്പികൾ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കുവൈത്തിൽ വരെ ജമിയത്ത് ഇഹാദുൽ ഇസ്ലാമി
ആ പുസ്തകം അച്ചടിച്ച് ആയിരക്കണക്കിന് കോപ്പികൾ മലയാളിക്കടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അൽ ഗൈബ്. അതിൻ്റെ കുറേ കോപ്പികൾ അവർ നമ്മുടെ നാട്ടിലേക്കും അയച്ചിരുന്നു. ഈ പുസ്തകങ്ങൾ മുഖ്യശത്രു വായിച്ചിട്ടും ഗൈബ് എന്ന പുസ്തകം വായിച്ചിട്ടും ഏതെങ്കിലും ആളുകൾ ഉസ്മാൻ ഡോക്ടർക്കെതിരെ പ്രമേയം പാസാക്കി അദ്ദേഹം ജിന്നിനോടുള്ള ആരാധന തുടങ്ങി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മരിക്കുവോളം നമ്മുടെ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വിമർശനമില്ല. നന്മയല്ലാതെ, അദ്ദേഹത്തിൻ്റെ ത്യാഗ അനുസ്മരണങ്ങളല്ലാതെ, അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളല്ലാതെ, അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ സംഭാവനകളിൽ യോജിപ്പില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞവരുണ്ടാകാം. ചിലർക്കൊക്കെ അന്ന് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോട്. പക്ഷേ ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അദ്ദേഹത്തെ പുറത്തു നിർത്താനും, ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കാനും, ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അദ്ദേഹം പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി നിങ്ങൾ കാമത്ത് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പാടില്ല, നിങ്ങൾ പള്ളിയുടെ ഒന്നാമത്തെ സഫിലേക്ക് വരാൻ പാടില്ല എന്നൊന്നും ഉസ്മാൻ ഡാക്ടറോട് ആരും പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, ചരിത്രമല്ലേ ഇത്? ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. KP മുഹമ്മദ് മൗലവി, എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം വലിയ ധാർമ്മികമായ കടപ്പാടുകളുണ്ട്. സുലം സലാം അറബി കോളേജിൽ അധ്യാപകനായി എന്നെ നിശ്ചയിക്കാൻ പ്രധാനമായ കാരണം KP മുഹമ്മദ് മൗലവിയാണ്. അദ്ദേഹമാണ് അവിടെ പ്രിൻസിപ്പൽ. ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നെ അധ്യാപകനായി. ഞാൻ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹം പ്രിൻസിപ്പാലും ഞാൻ കോളേജിലെ അധ്യാപകനുമായി വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അമാനി മൗലവിയുടെ പരിഭാഷ അത് പൂർണ്ണമായും ഒന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അത് വായിച്ച് 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 തെറ്റുകൾ തിരുത്തി മഹാനായ അല്ലാഹു യർഹമുഹു അമാനി മൗലവി അരീക്കോട് വരും. അങ്ങനെ കോളേജിൻ്റെ ഓഫീസിലിരുന്നും തൊട്ടടുത്ത ഒരു പീഡിക മുറിയുടെ മുകളിലിരുന്നും ഇവരിത് പരിശോധിക്കും. അങ്ങനെ ആ കാര്യത്തിനൊക്കെ ഞാൻ സാക്ഷിയാണ്. ആ KP മുഹമ്മദ് മൗലവി പരിശോധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഖുർആൻ പരിഭാഷയാണ് അമാനി മൗലവിയുടെ സമ്പൂർണ്ണ ഖുർആൻ വിവരണം. ഇതിൽ ജിന്നിനെ കുറിച്ചും പിശാചിനെ കുറിച്ചും സിഹറിനെ കുറിച്ചും കണ്ണേറിനെ കുറിച്ചും എല്ലാം സുവിദിതമായി പ്രസ്താവിക്കാതെ എങ്ങനെ പറ്റും? എങ്ങനെ പ്രമാണങ്ങളോട് പ്രമാണങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ആ ഖുർആൻ പരിഭാഷ എഴുതി ഉണ്ടാക്കിയത്. അത് വീണ്ടും 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 പലതവണ നാം പുനഃപ്രസിദ്ധീകരിച്ചു. അതിലെല്ലാം ഈ വിഷയങ്ങളുണ്ട്. സിഹ്ർ ഉണ്ടതാണെന്നും സിഹ്ർ മനുഷ്യനെ ബാധിക്കുമെന്നും അതിനുള്ള രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അത് പഠിച്ചുകൊണ്ട് രാത്രി അത് ഉറങ്ങുമ്പോൾ ചെല്ലണം, രാവിലെ ചെല്ലണം, ചില സന്ദർഭങ്ങളിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ആവർത്തിക്കണം. ഇങ്ങനെയൊക്കെ ധാരാളം പരാമർശങ്ങളുള്ള ആ ഖുർആൻ പരിഭാഷ എഴുതിയ അമാനി മൗലവി അദ്ദേഹത്തിന് ആദർശ വ്യതിയാനം വന്നു, അദ്ദേഹം ജിന്നാരാധകനായി മാറി എന്നാരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? അത് പരിശോധിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരള നേതൃത്വ ഇതിൻ്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന് ആദർശ വ്യതിയാനം വന്നു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണം. ആ വിഷയങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ മാറി, അതിൽ നിന്നൊന്നും അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഏത് വിഷയമാണ് ഇവിടെ പുതുതായി വന്നത്? ഒരു വിഷയവുമില്ല. എല്ലാം നമ്മുടെ മാത്രമല്ല, ഇസ്ലാമിക വിഷയം കേരളത്തിലെ ഏതാനും പണ്ഡിതന്മാർക്കിടയിലുള്ളൊരു വിഷയമല്ലല്ലോ. എല്ലാ വിഷയങ്ങളും, വിശ്വാസപരമായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, സാമൂഹികമായ വിഷയങ്ങൾ, ഇതൊക്കെ ലോകത്തെല്ലാവർക്കും ഒരു മതമാണ് ഇസ്ലാം. എല്ലാ മനുഷ്യർക്കും ഒരു മതമാണ് ഇസ്ലാം. അതിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പിൻപറ്റുന്ന മതമാണ് ഇസ്ലാം. അതിലൊക്കെ മസ്അലകൾ ഒന്നാണ്. ആ മസ്അലകളെ കുറിച്ച് ചർച്ച എവിടെയും നടക്കും. ആ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നല്ല ഓർമ്മകളാണ് നമുക്കുള്ളത്. അവരോടൊക്കെ വലിയ നന്ദിയാണ് നമുക്കുള്ളത്. ഷേഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ, അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് ഫൗസാൻ, അതുപോലെ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, അങ്ങനെ തുടങ്ങി പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായമാണ് പറഞ്ഞത്? എന്ത് കാര്യമാണ് അവർക്ക് പറയാനുള്ളത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് അവർ
കൊടുത്തിട്ടുള്ള ഉത്തരങ്ങളാണ് ഇന്ന് പല പണ്ഡിതന്മാരും റെഫർ ചെയ്യുന്നത്. ഒരു മസലയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടായാൽ ഉടനെ അടിച്ചു നോക്കിയാൽ അതിൽ ഇബ്നു ബാസിൻ്റെ മസലകൾ വരും, ഉസൈമീൻ ആ കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായം വരും, ഫൗസാൻ ആ നിലത്തിലുള്ള നിലപാടുകൾ വരും. എല്ലാ കാര്യത്തിലും 100% ഈ പണ്ഡിതന്മാരും ഒരേ അഭിപ്രായക്കാരല്ല. എഴുത്തിദാലിൽ കൈ കെട്ടി നിൽക്കണമെന്നാണ് ഇബ്നു ബാസിൻ്റെ അഭിപ്രായം. എന്നാൽ എഴുത്തിദാലിൽ കൈ കെട്ടരുത് എന്നാണ് അൽബാനിയുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു ബാസ് അൽബാനിയെ തള്ളി പറഞ്ഞോ? അൽബാനി ഇബ്നു ബാസിനെ തള്ളി പറഞ്ഞോ? അതൊക്കെ വൈജ്ഞാനികമായ തെളിവുകളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് വസ്തുതകൾ മാത്രമേയാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുജാഹിദുകളായ ആളുകൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ രൂപത്തിൽ തർക്കത്തിന് നാം മുതിരുന്നത്? പ്രമാണത്തിലേക്ക് മടങ്ങിയാൽ പോരെ? കാരണം ആ പ്രമാണം എന്താണോ നിങ്ങൾക്ക് പ്രമാണമായിട്ടുള്ളത്, ജീവിതത്തിൻ്റെ മാർഗദർശനമായിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല. തറക്തുക്കും അലാ മഹജ്ജത്തിൻ ബൈളാ ലൈലുഹാ കനഹാരിഹാ വലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഒരു തുറന്ന മൈതാനിയിൽ എല്ലാ ദിക്കുകളും കാണാവുന്ന വിധത്തിൽ വഴികളെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു മൈതാനത്താണ് നിങ്ങളെ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. ഇനി ആ മൈതാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, ഇത്രമാത്രം മാർഗം പറഞ്ഞു തന്നിട്ടും തെളിവുകൾ വിശദീകരിച്ചു തന്നിട്ടും പ്രമാണങ്ങൾ മനസ്സിലാക്കി തന്നിട്ടും ഹിദായത്ത് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിട്ടും ഇനിയും നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ അത് തെറ്റാൻ അള്ള കണക്കാക്കിയ ആളുകളാണ് ഈ തെറ്റിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, പ്രവാചകനോട് എതിര് പ്രവർത്തിക്കുക. സന്മാർഗം എന്താണ് എന്ന് അവന് വ്യക്തമായി കിട്ടിയതിന് ശേഷം, ഇന്നതാണ് ഹക്ക്, ഇന്നതാണ് ബാത്തിൽ, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ, പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, ധിക്കാരം കാണിക്കുന്നവർ, അതിനാണ് യുശാഖിഖിർ റസൂൽ എന്ന് പറയുന്നത്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്കൊരു രീതിയുണ്ട്, വിശ്വാസികൾക്കൊരു മൻഹജുണ്ട്. ആ സലഫു സാലിഹീങ്ങളുടെ മൻഹജ്, ആ മൻഹജ് അവരുടെ ഫഹ്മാണ്, നമ്മുടെ ഫഹ്മല്ല. നമുക്ക് ആ മാത്രം ഇജ്തിഹാദിന്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയരാനുള്ള യാതൊരു കഴിവുമില്ല. സഹോദരന്മാർ, അതിനർത്ഥം പൂർണ്ണമായി തഖ്ലീദ് എന്നല്ല. നേരെ മറിച്ച് മതപരമായ കാര്യങ്ങളിൽ അറിവും കഴിവും ഇജ്തിഹാദിന്റെ യോഗ്യതയുമുള്ള ആളുകൾ, അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. പണ്ഡിതന്മാർ ഒരുപാട് ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. ഒരാൾ മുജ്തഹിദാകാൻ എന്തെല്ലാം നിബന്ധനകളുണ്ട്? അയാളുടെ അറിവെത്രയായിരിക്കണം, അയാളുടെ മനപ്പാഠം എത്ര ആയിരിക്കണം, പ്രമാണങ്ങളുടെ അഗാധമായ അറിവെന്തായിരിക്കണം, അയാളുടെ വൈജ്ഞാനികമായ ചരിത്ര പാരമ്പര്യം എത്രയായിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ മുജ്തഹിദായ ആളുകളുണ്ട്. ഈ മുജ്തഹിദായ പണ്ഡിതന്മാർ അവരാണ് നമ്മുടെ മാതൃക. അല്ലാതെ സ്വാഭാവികമായും ആയത്തോതുകയും എന്നിട്ട് സ്വന്തം ഇജ്തിഹാദ് നടത്തി അർത്ഥം പറയുകയും, ഹദീസോതുകയും സ്വന്തം ഇജ്തിഹാദ് നടത്തി അർത്ഥം പറയുകയും, അതൊന്നും സഹോദരന്മാരെ മുജാഹിദ് പാരമ്പര്യമല്ല. നമ്മളാരും അങ്ങനെയല്ല. നേരെ മറിച്ച് പണ്ഡിതന്മാരായ ആളുകളുടെ നിലപാടുകൾ എന്താണെന്ന് പരിശോധിക്കും. സഹാബത്തിൻ്റെ നിലപാടെന്താണ്, താബീങ്ങളുടെ നിലപാടെന്താണ്, തബഅത്താബീങ്ങളുടെ നിലപാടെന്താണ്, നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ നിലപാടെന്താണ് എന്ന് പൂർണ്ണമായി നമ്മൾ പരിശോധിക്കും. ആ പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യും. ഈ കാര്യത്തിൽ കണിശത പുലർത്തുന്ന ഒരു മുജാഹിദ് പ്രസ്ഥാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും പലരുമായും ഞങ്ങൾ സംവാദത്തിലേർപ്പെടാറുണ്ട്, പലരുമായും ചർച്ചയിലേർപ്പെടാറുണ്ട്, പല സമൂഹത്തെയും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അവർക്കൊക്കെ അറിയാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതൊരു പുതുതായി ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരയല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വികസനങ്ങളും ഇങ്ങനെയുള്ള വ്യാപനങ്ങളും ഇങ്ങനെയുള്ള പ്രബോധന വിജയങ്ങളും ഇങ്ങനെ കാണാൻ യാതൊരു സാധ്യതയുമില്ല. സഹോദരന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗവും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും അതിൻ്റെ വനിതാ വിഭാഗവും അതിൻ്റെ പെൺകുട്ടികളുടെ ഗേൾസ് വിഭാഗവും അതുപോലെ തന്നെ അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിസ്ഡം ഓർഗനൈസേഷൻ്റെ വിഭാഗവും അതിനൊക്കെ ഉപരിയായി ലിജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയ അതിൻ്റെ പണ്ഡിത സംഘടനയും എല്ലാവരും പരസ്പര ധാരണയോടെ പരസ്പര ചർച്ചയോടെ നേതൃത്വത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും
മൈന്യൂട്ടായ വിഷയങ്ങൾ വരെ ചർച്ച ചെയ്ത് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരു രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് അപ്രമാദിത്വം കൽപ്പിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് ഏത് വിഷയങ്ങളും, അത് ഭൗതിക വിഷയങ്ങൾ മതവുമായി ബന്ധപ്പെട്ടതാകട്ടെ, മതപരമായ വിഷയങ്ങളാവട്ടെ, ശൂറ നടത്തും. അംറുഹും ശൂറ ബൈനഹും, അതിൽ ശൂറ നടത്തണം. തെളിവെന്ത് പരിശോധിക്കും, പ്രമാണങ്ങൾ പരിശോധിക്കും. ആ പ്രമാണങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. ആ നിലക്കാണ് സഹോദരന്മാരെ ഈ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ചരിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും സമകാലീന സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആത്മാർത്ഥമായി നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ അനാവശ്യമായ വിവാദങ്ങൾ സമൂഹത്തിൽ ഇറക്കിവിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു വലിയ വിഭാഗത്തെ എല്ലാ സമയത്തും ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ദീർഘകാലം കഴിയുകയില്ല. എപ്പോഴെങ്കിലും ഒന്ന് വെയിലറിക്കാതിരിക്കുകയില്ല, എപ്പോഴെങ്കിലും ഒന്ന് ഒരു വസന്തം വരാതിരിക്കുകയില്ല. അങ്ങനെയാണ് കേരളത്തിൻ്റെ കരയിൽ സഹോദരന്മാരെ ഈ പ്രബോധന മുന്നേറ്റം നടക്കുന്നത്. ഇന്നലെയും കണ്ണൂരിൽ ഒരു പള്ളിയുടെ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളായി 15ഓളം പള്ളികളുടെ ഉദ്ഘാടന കർമ്മം, അത് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായി അൽഹംദുലില്ലാ ദീനീ പ്രബോധന മാർഗത്തിന് സ്ഥാപനങ്ങളും പള്ളികളും പള്ളിക്കൂടങ്ങളും മദ്രസകളും അതുപോലെ നടന്നു വരികയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ മദ്രസ മാനേജ്മെൻറ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു ഹാളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ, മീഡിയ വിഭാഗത്തിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് സോഷ്യൽ വെൽഫെയർ വിഭാഗത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഒന്നിലധികം പരിപാടികൾ നടക്കാൻ തീയതിയില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടികൾക്കനുസരിച്ച് മുന്നോട്ട് പോയിട്ടും ഓരോ പരിപാടികൾക്ക് ഒരു ദിവസം എന്ന് കൊടുക്കാനില്ലാത്തത് കൊണ്ടും ദിവസങ്ങൾ ഭാഗിച്ച് ഒരു ദിവസം തന്നെ 2, 3, 4, 5 പരിപാടികൾ നടത്തേണ്ട അവസ്ഥ ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ ഞായറാഴ്ച. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ അനാവശ്യമായ എതിർപ്പുകളിലൂടെ, വസ്തുതകൾക്ക് വിരുദ്ധമായ ആരോപണങ്ങളിലൂടെ ഒരു വലിയ പ്രബോധന വിഭാഗത്തെ നിയന്ത്രിച്ച് അതിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച് അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് തീർച്ചയായും നമ്മളാരും അങ്ങനെ മോഹിക്കാൻ പാടില്ല. നേരെ മറിച്ച് നമ്മളെല്ലാവരും ഒരേ പ്രസ്ഥാന രംഗത്തും ഒരേ ആദർശ രംഗത്തും പ്രവർത്തിച്ച ആളുകളെന്ന നിലക്ക് എന്താണ് ഇതിൽ ഒരു രംഗിപ്പിനുള്ള മാർഗം, എന്താണ് ഇതിലൊരു യോജിപ്പിനുള്ള മാർഗം, എന്താണ്? ഇങ്ങനെ പോകേണ്ട ആളുകളല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഏറ്റവും ശക്തന്മാരായ, കൊമ്പന്മാരായ, വമ്പന്മാരായ ആളുകളുണ്ട്. ശിർക്കിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ പടുത്തുയർത്തി അവിടെ ജനങ്ങളെ ആ ശിർക്കിലേക്ക് ക്ഷണിച്ച് ആഭാസങ്ങളിലൂടെ, അനാചാരങ്ങളിലൂടെ, ആനപ്രകടനങ്ങളിലൂടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന വമ്പന്മാർ ഇവിടെയുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി ആ വമ്പന്മാർക്കെതിരെയല്ലേ തിരിയേണ്ടത്? അതേപ്രകാരം തന്നെ ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകി ഒരിക്കലും അതിൻ്റെ അഖീദയിലേക്കും വിശ്വാസത്തിലേക്കും സുന്നത്തിലേക്കും കടന്നു വരാതെ അതിനെല്ലാം ബുദ്ധിയുടെ തുലാസിലിട്ട് തൂക്കി രാഷ്ട്രീയത്തിൻ്റെ അമിത പ്രസരിപ്പിൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ നൽകിയ ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് സൗകര്യങ്ങളുണ്ട്, അവർക്ക് മീഡിയകളുണ്ട്, അവർക്ക് മറ്റു മാർഗങ്ങളുണ്ട്. ആ ആൾക്കാരുടെ നിലപാടുകളെയല്ലേ നമ്മൾ വിമർശിക്കേണ്ടത്? നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അതിൽ യാതൊരുവിധ മാറ്റങ്ങളും കൂടാതെ എങ്ങനെയാണോ പൂർവികന്മാർ അതിൽ എടുത്ത നിലപാട്, അതുതന്നെയാണ് നമ്മുടെ നിലപാടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ നമ്മൾ വെറുതെ നമ്മുടെ സമയം കളഞ്ഞ്, പണം കളഞ്ഞ്, ആരോഗ്യം കളഞ്ഞ്, ആവേശം കളഞ്ഞ് നമ്മളിങ്ങനെ സമയം ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒരു പുനരാലോചന നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ചർച്ചകൾക്കൊക്കെ യഥാർത്ഥ നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിതരാകുന്നത്. മറ്റൊക്കെ സന്ദർഭങ്ങളിലൊക്കെ അത് ഓപ്പനായി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, ഖുർആനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, സുന്നത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ അടുക്കൽ നിന്ന് വന്ന ഒരു പ്രമാണം, ഒരു കാര്യം വ്യക്തമായി പരിശോധനയിലൂടെ, മുച്ചട്ടിയരിപ്പിലൂടെ അതിൻ്റെ റാവിമാരും അതിൻ്റെ സനദിലുള്ള ആളുകളും വിശ്വസ്തന്മാരാണെന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സഹീഹായ ഒരു ഹദീസും നിഷേധിക്കേണ്ടതോ തള്ളിക്കളയേണ്ടതോ ആയ ആവശ്യം നമുക്ക് വന്നിട്ടില്ല.
അങ്ങനെ ഒന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് സഹീഹായ ഒരു ഹദീസിനെ കൊഞ്ഞനം കാണിക്കുകയും അത് ദുർബലമാണ്, അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്, അത് മനുഷ്യബുദ്ധിക്ക് യോജിച്ചതാണ് എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുൻനിരയിലുള്ള പ്രവർത്തകന്മാർ ഇരിക്കുന്ന സദസ്സിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ അത് തിരുത്തും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് യോഗ്യതയില്ല ആ സ്ഥാനത്തിരിക്കാൻ. തിരുത്തണം, അത് ശരിയല്ല. പ്രവാചകന്റെ ഹദീസ്, സഹാബത്ത് പറഞ്ഞ വാക്യങ്ങൾ, താബിഈങ്ങളുടെ ഉദ്ധരിക്കപ്പെട്ടത് സത്യസന്ധമാണെന്ന് ജനങ്ങൾ പരിശോധനയിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്, ബുഖാരി ഉദ്ധരിച്ചത്, മുസ്ലിം ഉദ്ധരിച്ചത്, അത് മുസ്ലിം ലോകം മുഴുവനും നിരാക്ഷേപം നമ്മുടെ പ്രമാണങ്ങളാണെന്ന് അംഗീകരിച്ചു വന്ന കാര്യങ്ങളാണ്. അപ്പം ബുഖാരി പറഞ്ഞാൽ അത് പറ്റൂല, അതിന് തകരാറുണ്ട്. മുസ്ലിം പറഞ്ഞാൽ അതിന് അപ്പൂല അരാറുണ്ട്. അൽബാനിനെ തോട്ടിക്ക് വലിച്ചെറിയുന്നവരുണ്ട്. ഒരു പുരുഷായുസ് മുഴുവനും സുന്നത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ചെലവാക്കിയ, ധാരാളക്കണക്കിന് പരീക്ഷണങ്ങൾക്ക് വിധേയമായ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാടുകടത്തപ്പെട്ട, അങ്ങനെ മഹാനായ നാസിറുദ്ദീൻ അൽബാനി, അദ്ദേഹം ഈ സുന്നത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഇപ്പോൾ എന്ത് അൽബാനി എന്നാണ് ചോദിക്കുന്നത്. എന്ത് അൽബാനി, ആരാണ് അൽബാനി എന്നൊക്കെ നമ്മളെ ഈ ഇപ്പോൾ ജനിച്ചു വന്ന ഈ കുട്ടികളാണ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് അവരെയൊക്കെ സ്നേഹബുദ്ധിയാ നമുക്ക് തിരുത്താം. വളരെ ശക്തമായി തന്നെ ഈ പ്രബോധന ദൗത്യം മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യം നിലനിർത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അത് കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചെങ്കിൽ അള്ളാഹുവെ അത് ക്ഷമിക്കണമേ, എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, അതിൽ വല്ല അബദ്ധങ്ങളും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടും ഈ സമ്മേളനത്തിൻ്റെ, ഈ തസ്ഫിയ ആദർശ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.